ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഉടനെ തന്നെ എനേബിൾ ചെയ്യുക. എല്ലാ വീഡിയോയിലും പോലെ തന്നെ ഈ പ്രാവശ്യവും റിയൽ ലൈഫിൽ നടന്ന ഒരു അതിഭയാനകമായ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു അനുഭവം നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി ഒരു സുഹൃത്താണ് നമ്മളോട് പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ പേരോ മറ്റു വിവരങ്ങളോ ഇവിടെ പറയണ്ടെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേരോ ഒന്നും ഇവിടെ പറയുന്നില്ല. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നമ്മുടെ എല്ലാവരും വീട്ടിൽ വിഷു സമയത്ത് വിഷുക്കണി വയ്ക്കാറുണ്ട് അല്ലേ? അതിന് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പൂവാണ് വിഷുക്കൊന്ന അല്ലെങ്കിൽ കണിക്കൊന്ന. വിഷു ആകുന്നതിന് മുമ്പ് എവിടെ നോക്കിയാലും ഈ ഒരു കണിക്കൊന്ന മരം പൂത്തുലഞ്ഞ് നിൽക്കുന്ന നമുക്ക് കാണാം. പക്ഷേ ഈ ഒരു വിഷു സമയത്ത് ആ ഒരു മരം മൊത്തം കാലിയായിരിക്കും. അതുകൊണ്ട് മിക്കപ്പോഴും കടയിൽ പോയാണ് നമ്മളത് വാങ്ങേണ്ടി വരിക. എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ മിക്കയിടത്തും അതുപോലെയാണ്. ഈ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ അവിടെയും അങ്ങനെ തന്നെയായിരുന്നു. വിഷു സമയത്ത് ഇവർക്ക് കണി വയ്ക്കാനായി കണിക്കൊന്നയില്ല. പക്ഷേ അവരുടെ വീട്ടിൽ നിന്നും ഒരു 8 കിലോമീറ്റർ അകലെ മാറി ചെറിയൊരു കാട് പോലൊരു പ്രദേശമുണ്ട്. അതിനകത്ത് കുറച്ചുള്ളിലേക്ക് കയറി ഒരു കണിക്കൊന്ന അല്ലെങ്കിൽ വിഷുക്കൊന്ന മരമുണ്ട്. അങ്ങനെ വിഷുവിൻ്റെ തലേ ദിവസം സമയം സന്ധ്യയായി. ആ ഒരു സന്ധ്യാസമയത്ത് ഈ ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തും ചേർന്ന് ഈ ഒരു കണിക്കൊന്ന പറിക്കാനായി ആ ഒരു കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. സന്ധ്യാസമയത്ത് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല ഫ്രഷ് ആയിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ട് സന്ധ്യാസമയത്താണ് അവർ അങ്ങോട്ട് പോകുന്നത്. ഇവർ കണിക്കൊന്ന പറിക്കാനായി അങ്ങോട്ട് പോകുന്ന കാര്യം വീട്ടിലൊന്നും പറഞ്ഞിരുന്നില്ല. കാരണം സന്ധ്യാസമയത്ത് ആ കാട്ടിനുള്ളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ വീട്ടുകാർ പറയാതെ അവിടേക്ക് ഒറ്റയ്ക്ക് പോയി. സന്ധ്യാസമയമാണെങ്കിലും അന്തരീക്ഷത്തിൽ മൊത്തമായി ഇരുട്ട് വീണിട്ടില്ല. ചെറിയൊരു വെളിച്ചമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ധൈര്യമായി അതിനുള്ളിലേക്ക് പോയി. ഇരുവരും ബൈക്കിലാണ് പോയത്. ബൈക്കിൽ ചെന്ന് ബാക്കി കാടിനുള്ളിലേക്ക് നടന്നു വേണം പോകാൻ. വീട്ടിൽ നിന്നും 8 കിലോമീറ്ററാണ് ഇവിടേക്ക്. ആ ഒരു 8 കിലോമീറ്റർ ബൈക്കിൽ പോകാം. അതിനുശേഷം നടന്നു തന്നെ പോകണം. ആ കാട്ടിനുള്ളിലേക്ക് 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അങ്ങനെ അവർ നടന്ന് ആ ഒരു കണിക്കൊന്ന മരത്തിനടുത്തെത്തി. ആ ഒരു മരം കാണാൻ വളരെ മനോഹരമായിരുന്നു. മരമാകെ ചില്ല പോലും കാണാത്ത രീതിയിൽ കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കുന്നു. എത്രയും വേഗം ആവശ്യത്തിന് ആ ഒരു കണിക്കൊന്നയും പറിച്ച് വീട്ടിലേക്ക് മടങ്ങുക, ഇതായിരുന്നു അവരുടെ പ്ലാൻ. അന്തരീക്ഷം പതിയെ മങ്ങി തുടങ്ങി. ആ ഒരു മങ്ങലിൽ തന്നെ അന്തരീക്ഷത്തിൽ ആ കാട്ടിനുള്ളിലെ ജീവികളുടെ ശബ്ദം അവരെ ചെറുതായൊന്ന് ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ഒരു സുഹൃത്തിൻ്റെ കൂടെ വന്ന മറ്റേ സുഹൃത്ത് പതിയെ ഈ ഒരു മരത്തിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ കയറാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ പെട്ടെന്ന് കുത്തിക്കയറി. ഇത് കണ്ട് ആ ഒരു സുഹൃത്തിന് ദേഷ്യം വന്നു. നോക്കിയപ്പോൾ ആ മരത്തിൽ ആരോ ഒരു വലിയ ആണി തറച്ചു വച്ചിരിക്കുന്നു. ഈ മരത്തിൽ ആരാണ് ആണി തറച്ചു വച്ചതെന്ന് പറഞ്ഞ് തെറി വിളിച്ചുകൊണ്ട് ആ ആണി വലിച്ചു ഊരി ഒരു ഏറ് വെച്ചു കൊടുത്തു. അതിനുശേഷം അവർ ഇരുവരും കണിക്കൊന്ന പറിച്ച് വേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങി. ഈ ഒരു കണിക്കൊന്ന കാശ് കൊടുത്ത് വാങ്ങിയതാണെന്നാണ് വീട്ടിൽ പറഞ്ഞത്. ഇവിടെ പോയി പറിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് വഴക്ക് കേൾക്കും. അങ്ങനെ വീട്ടിലെത്തി ഇരുവരും കൊന്നപ്പോക്കൽ പങ്കിട്ടെടുത്തു. അങ്ങനെ അന്ന് രാത്രി അവർ വീട്ടിൽ കണി വെച്ച് കിടന്നുറങ്ങി. അന്ന് രാത്രി കിടന്നിട്ട് നമ്മുടെ ഈ സുഹൃത്തിന് എത്ര നോക്കിയിട്ടും ഉറക്കം വരുന്നില്ല. മാത്രമല്ല കണ്ണടച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വല്ലാത്ത പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് അദ്ദേഹത്തിന് മനസ്സിൽ വരുന്നത്. എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാനേ സാധിക്കുന്നില്ല. അങ്ങനെ അന്ന് നേരം വെളുക്കുന്നവരെ ഉറങ്ങാതെയിരുന്നു. അങ്ങനെ വെളുപ്പിന് അമ്മ വന്ന് വിളിച്ചെണീപ്പിച്ച് കണിയെല്ലാം കാണിച്ചു. അങ്ങനെ കുളിച്ച് ഒരുങ്ങി സുഹൃത്തിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ ഇതുവരെയും എണീറ്റിട്ടില്ല. മാത്രമല്ല അവിടെ കണിയൊന്നും വെച്ചതായി കാണാനുമില്ല. അവൻ്റെ അമ്മയോട് കാര്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, ഇന്നലെ രാത്രി വന്നതിന് ശേഷം അവൻ്റെ സ്വഭാവത്തിലാകെ എന്തോ വല്ലാത്ത മാറ്റമുണ്ടായിരുന്നു. ഞങ്ങളോടെല്ലാം വല്ലാതെ അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. മാത്രമല്ല
വല്ലാത്ത ഒരു പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കാനും അലറാനുമെല്ലാം അവൻ ചെയ്തു. അങ്ങനെ ഒരു വിധത്തിൽ അവനെ ഞങ്ങൾ സമാധാനത്തിൽ കിടത്തി. അന്ന് രാത്രി മുഴുവൻ അവൻ വല്ലാത്ത റൂമിൽ അലറിക്കൊണ്ടേയിരുന്നു. മാത്രമല്ല റൂമിലെ സാധനങ്ങളെല്ലാം വലിച്ച് എറിഞ്ഞു. ഒരു വിധത്തിലാണ് അവൻ ഞങ്ങൾ ഉറക്കിയത്. ഇതുവരെ എണീച്ചിട്ടില്ല. മാത്രമല്ല അവൻ്റെ ശരീരമാകെ തണുത്തു വിറച്ച് വല്ലാത്തൊരു ഐസ് പോലെയാണ്. അങ്ങനെ ഈ ഒരു സുഹൃത്ത് അവനെ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് പനിച്ചു വിറച്ചു കിടക്കുന്ന തൻ്റെ സുഹൃത്തിനെയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവനെ എണീപ്പിച്ച് കുറച്ച് വെള്ളമെല്ലാം കൊടുത്ത് എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഇന്നലെ നമ്മൾ കണിക്കൊന്നയെല്ലാം പറിച്ച് വീട്ടിൽ വന്ന് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. തലയ്ക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു. ആരോ തലയ്ക്ക് അടിച്ച പോലെ. അങ്ങനെ ഞാൻ കിടന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്നോ എന്താണ് ഇവിടെ ഉണ്ടായതെന്നോ എനിക്കൊന്നും ഓർമ്മയില്ല. രാവിലെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ റൂമാകെ അലങ്കോലമായി കിടക്കുന്നു. മാത്രമല്ല എനിക്ക് എണീക്കാൻ പോലും പറ്റാത്തത്ര ശരീരവേദനയുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ഒരു സുഹൃത്തിനെയും കൂട്ടി ആശുപത്രിയിലേക്ക് ചെന്നു. ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണിച്ച് മരുന്നെല്ലാം വാങ്ങി. ക്ഷീണം മാറാനായി ഗ്ലൂക്കോസ് എല്ലാം കുത്തിയിട്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് അവർ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു സുഹൃത്ത് പറഞ്ഞു, നമ്മൾ ഇന്നലെ കണിക്കൊന്ന പറിക്കാൻ പോയില്ലേ, അതിനുശേഷം എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയുന്നില്ല എനിക്കിന്നലെ എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ ഇതെല്ലാം നിൻ്റെ തോന്നലാണ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ അന്ന് രാത്രി ആ ഒരു സുഹൃത്തിൻ്റെ അമ്മ ഇദ്ദേഹത്തിനെ ഫോൺ വിളിക്കുകയാണ്. തൻ്റെ മകന് എന്തോ പറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് ആ ഒരു സുഹൃത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ ഫോൺ വിളിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ആകെ മുടിയും ശരീരവുമെല്ലാം അലങ്കോലമായി ദേഹത്ത് നഖം കൊണ്ട് കീറി വെച്ചിരിക്കുന്ന തൻ്റെ സുഹൃത്തിനെയാണ്. ഇദ്ദേഹത്തെ കണ്ടതും ആക്രമിക്കാനായി ആ ഒരു സുഹൃത്ത് നേരെ പാഞ്ഞെടുത്തു. അപ്പോൾ തന്നെ അമ്മ വാതിലടച്ച് കുറ്റിയിട്ടു. എന്താണ് പറ്റിയതെന്നറിയില്ല, എത്രയും വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസം മുഴുവൻ അദ്ദേഹം ആ ഒരു വീട്ടിൽ തന്നെയായിരുന്നു. പിറ്റേ ദിവസം അമ്മ വീടിനടുത്തുള്ളൊരു അമ്പലത്തിൽ പോയി അവിടെ ഒരു പൂജാരിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ഇതിനുള്ള വഴിപാടോ കർമ്മങ്ങളോ എനിക്കറിയില്ല, പക്ഷേ ഇവിടെ അടുത്തൊരു ദേവീക്ഷേത്രമുണ്ട്, അവിടെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ആ ഒരു സുഹൃത്തിൻ്റെ അമ്മേനും കൂട്ടി അവിടെ നിന്നൊരു 13 കിലോമീറ്റർ അകലെയുള്ളൊരു ദേവീക്ഷേത്രമുണ്ട്, അവിടെ പോയി അവിടുത്തെ പൂജാരിയെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ഒരു ദേവിയുടെ കഴുത്തിൽ ചാർത്തിയ ഒരു നാരങ്ങയുടെ മാലയുണ്ട്, ആ മാലയിൽ നിന്നും ഒരു നാരങ്ങ എടുത്ത് ആ ഒരു അമ്മയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു നാരങ്ങ മകൻ കിടക്കുന്ന മുറിയുടെ തലയണയുടെ അടിയിൽ വെക്കണമെന്ന്. അതിനുശേഷവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി തന്നെ അമ്മ അവൻ കിടക്കുന്ന ആ ഒരു തലയണയുടെ അടിയിൽ പതിയെ ഈ ഒരു നാരങ്ങ കൊണ്ടുവച്ചു. അന്നത്തെ രാത്രി അവർക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. വീടിനുള്ളിലെ കണ്ണാടിയുടെ ചില്ലെല്ലാം പൊളിച്ച് ആ ഒരു സുഹൃത്ത് തൻ്റെ ശരീരമാസകലം കോറിക്കോറി മുറിവേൽപ്പിച്ചു. ഈ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ ഈ ഒരു സുഹൃത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയാണ് എല്ലാം നോക്കിയിരുന്നത്. ആകെയുള്ളത് ഈ ഒരു മോനും. ഈ ഒരു അവസ്ഥ കണ്ട് അമ്മ ആകെ തളർന്നു പോയി. അങ്ങനെ പിറ്റേ ദിവസം ആ ഒരു പൂജാരിയോട് എല്ലാ കാര്യങ്ങളും ചെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കുറച്ചപ്പുറത്തേക്ക് മാറിയതിന് ശേഷം അന്ന് അവർ കണിക്കൊന്ന പറിക്കാൻ പോയപ്പോൾ ആ ഒരു കണിക്കൊന്ന മരത്തിൽ നിന്നും ഒരാണി പറിച്ച് കളഞ്ഞില്ലേ, ആ ഒരു കാര്യം പൂജാരിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഈ ഒരു സുഹൃത്തിൻ്റെ ദേഹത്ത് ഏതോ ഒരു ബാധ കയറിയിരിക്കുകയാണ്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ആരും വിശ്വസിക്കില്ല എന്ന് ആ ഒരു പൂജാരിക്ക് വളരെ വ്യക്തമായി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ട് അവരുടെ വീട്ടിൽ വരാമെന്നും ആരും അറിയാതെ തന്നെ ചില പൂജകളും മന്ത്രങ്ങളും ചെയ്ത് ആ ഒരു ബാധയെ ഒഴിപ്പിക്കാമെന്നും പറയുന്നു. അങ്ങനെ അന്ന് രാത്രി തന്നെ ആ ഒരു പൂജാരി അവരുടെ വീട്ടിൽ പോയി ചില മന്ത്രങ്ങളും പൂജകളും എല്ലാം കഴിച്ച് 3 ദിവസത്തിന് ശേഷമാണ് ആ ഒരു സുഹൃത്ത് പഴയൊരു അവസ്ഥയിലേക്ക് വന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് അദ്ദേഹം ആ ഒരു സമയത്തുണ്ടായിരുന്ന ചില അക്രമങ്ങൾ കാരണം കയ്യിലും മുഖത്തുമെല്ലാം ഒരുപാട് കോറലുകളും മുറിവുകളും പറ്റിയിരുന്നു. ആ ഒരു സുഹൃത്തിന് ദേഹത്ത് കയറിയ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ആത്മാവായിരുന്നു. 3 ദിവസം കൊണ്ടാണ്
ഈ ഒരു കർമ്മം അവർ പൂർത്തിയാക്കിയതും ആ ഒരു സുഹൃത്തിനെ പഴയ നിലയ്ക്ക് കൊണ്ടുവന്നതും ഈ ഒരു കാലഘട്ടത്തിൽ ഇതാരും വിശ്വസിക്കില്ല എന്നതുകൊണ്ട് തന്നെ അവർ ഇത് വളരെ രഹസ്യമായി തന്നെ വെച്ചു. ഈ ഒരു സംഭവം നടന്ന് 3 വർഷമായി. ആ ഒരു സുഹൃത്തിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സംഭവം അവർ വളരെ രഹസ്യമായി വെച്ചതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഡീറ്റെയിൽസോ സ്ഥലത്തിൻ്റെ പേരോ നമ്മൾ കൃത്യമായി പറയാത്തത്. ഈ ഒരു അനുഭവം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതുപോലെ വിഷു സമയത്ത് നിങ്ങളും കണിക്കുന്നത് കിട്ടാതെ കാട്ടിൽ പറിക്കാൻ പോകാറുണ്ടോ? അങ്ങനെ പോകാറുണ്ടെങ്കിൽ ഇനി നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട.